വിസയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. മെട്രാഷ് ആപ്പ് വഴി നമുക്കത് ചെയ്യാൻ സാധിക്കും. വിസ അപ്രൂവലായതിനു ശേഷം ഫാമിലി വിസിറ്റ് ആണെങ്കിലും ഫാമിലി റെസിഡൻസ് വിസ ആണെങ്കിലും ഒക്കെ വിസയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പറിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ വിസ അപ്രൂവലായതിനു ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്മൾ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെട്രാഷ് വഴി വളരെ ഈസി ആയിട്ടത് ചെയ്യാൻ സാധിക്കും. യാത്രക്ക് മുമ്പ് വളരെ നമ്മൾ ഉറപ്പുവരുത്തണം വിസയും പാസ്പോർട്ടും നമ്മൾ മാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ യാത്രക്ക് മുമ്പ് തന്നെ അത് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് വിസ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മെട്രാഷ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വിസ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പറേഷൻ എന്നുള്ള ഓപ്ഷൻസ് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് വിസ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വിസയുടെ ഡീറ്റെയിൽസ് ആണോ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ വിസ നമ്പർ ഇവിടെ കൊടുക്കാം. വിസ നമ്പർ കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് പാസ്പോർട്ട്. ഇപ്പോൾ വിസ അപ്രൂവൽ ആയതിനു ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഇനി അതല്ല പഴയ പാസ്പോർട്ടിൽ തന്നെ നിങ്ങൾ പാസ്പോർട്ട് നമ്പർ അങ്ങനെ മിസ്റ്റേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചേഞ്ച് നെയിം, രണ്ടാമത്തെ ഓപ്ഷൻ. ഇവിടെ അറബിയിൽ പേരും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിക്കുകയാണ്. ഇവിടെ ഞാനൊരു ലെറ്റർ ഞാൻ മാറ്റി കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ ഞാൻ നെക്സ്റ്റ് ബട്ടൺ അമർത്തി. ഇവിടെ റിക്വയർഡ് ഇമേജസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുതിയ പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തിരുത്തിയ പുതിയ വിസ കോപ്പി നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. യാത്രക്ക് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ചെയ്തിരിക്കണം. ഓക്കെ, അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.